കംസവധത്തിനു ശേഷം മധുരയിൽ മുഴുവൻ ശ്രീകൃഷ്ണന്റെ വിജയാഘോഷങ്ങൾ മുഴങ്ങി. ജയ് ശ്രീകൃഷ്ണൻ, ജയ് വാസുദേവ്. വിജയ് ശ്രീ ലാളിതനായി ശ്രീകൃഷ്ണൻ നേരെ മാതാ ദേവകിയുടെ അടുത്തേക്ക് നടന്നു. കാരാഗൃഹത്തിൽ വെച്ച് ദേവകി മാതാവ് ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞ് ദേവകി പറഞ്ഞു, കൃഷ്ണ, ഇവിടെ വെച്ചാണ് കംസൻ എന്റെ 6 പുത്രന്മാരെയും ക്രൂരമായി കൊന്നത്. നീ ദേവനാണ്. എന്റെ മക്കളെ നിനക്ക് തിരികെ നൽകാൻ കഴിയും. മാതാ ദേവകിയുടെ ദുഃഖം നിറഞ്ഞ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, മാതേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഞാൻ സാക്ഷാൽ നാരായണനാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് ഞാനാണ്. അങ്ങയുടെ പുത്രന്മാർ ഇപ്പോഴും പാതാള ലോകത്താണ്. അങ്ങയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. അങ്ങനെ ശ്രീകൃഷ്ണൻ പാതാള ലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് ദേവകിയുടെ 6 പുത്രന്മാരെയും തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം മക്കളെ ജീവനോടെ കണ്ടപ്പോൾ ദേവകിയുടെ ഹൃദയം സ്നേഹത്താലും ദുഃഖത്താലും അത്ഭുതത്താലും നിറഞ്ഞു. അവർ ഓരോ പുത്രനെയും വാരിപ്പുണർന്നു. കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകി. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ സത്യത്തിൽ നാരായണനാണ്. തുടർന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു, മാതേ, അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞാൻ അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും തിരികെ നൽകിയിരിക്കുന്നു. പക്ഷേ എന്തുതന്നെയായാലും നമുക്ക് വിധിയെ മാറ്റാൻ സാധ്യമല്ല. പിന്നീട് ആ പുത്രന്മാരെയെല്ലാം മാതയുടെ അനുഗ്രഹത്തോടും ശ്രീകൃഷ്ണന്റെ സ്പർശനത്തോടും കൂടി അവരവരുടെ ലോകങ്ങളിലേക്ക് മടക്കി അയച്ചു. ഇതെല്ലാം കണ്ടുനിന്ന ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, നീ സാക്ഷാൽ നാരായണനാണെന്ന് ഇന്ന് നീ തെളിയിച്ചു. ഇല്ലതാവൂ, ഞാൻ അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. മാതയുടെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ സംഭവത്തിനെ എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയേണ്ട സമയമാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു. തന്റെ ദിവ്യമായ ലീല ഉപയോഗിച്ച് ശ്രീകൃഷ്ണൻ ആ സംഭവത്തെ എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.